നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും വർദ്ധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആചരണ രീതികളെക്കുറിച്ചാണ്. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും വ്രതം എടുക്കുന്നത് പരസ്പര സ്നേഹം വർദ്ധിക്കാൻ, അത് ഭാര്യാഭർത്താക്കന്മാരായാലും സുഹൃത്തുക്കളായാലും ഇനിയിപ്പം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായാലും ഒരു സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും ആരായാലും പരസ്പര സ്നേഹവും വിശ്വാസവും വളരെ അത്യാവശ്യമുള്ള ഘടകങ്ങളാണ്. അതിന് ഈ പറഞ്ഞ തിങ്കളാഴ്ച ദിവസം മഹാദേവനെ, അതായത് പരമശിവനെ ഭജിക്കുന്നത്, ഒരിക്കലൂണ് അനുഷ്ഠിക്കുന്നത്, ഈ തിങ്കളാഴ്ച ദിവസം നമുക്ക് ശിവക്ഷേത്രത്തെ കരിക്ക് കൊണ്ട് പാല് കൊണ്ട് ഒക്കെ ജലധാര അഭിഷേകം, ശംഖാഭിഷേകം മുതലായ വഴിപാടുകൾ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവതാര വിഷ്ണുവായി സ്ഥിതി ചെയ്യുന്ന നരസിംഹമൂർത്തി, ശ്രീരാമന്, അങ്ങനെയുള്ള ഏത് ക്ഷേത്രമാവാം. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് വ്രതാനുഷ്ഠാനത്തോടെ നമ്മൾ പോയി പാദപ്രദക്ഷിണം നമുക്ക് വെക്കുന്നത്, അവിടെ നമുക്ക് 7, 11, 13, 24 തുടങ്ങിയ സംഖ്യകളിൽ പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ നാമം ഒരു 1008 അല്ലെങ്കിൽ 108 ഒക്കെ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഭഗവാനെ കദളിപ്പഴം നിവേദിച്ച് കലഹതയുള്ളവരായാൽ പോലും പരസ്പരം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് അകൽച്ചയുള്ളവരായാൽ പോലും രണ്ടുപേരും ഒരു കദളിപ്പഴം പപ്പാതി വീതം മുറിച്ച് രണ്ടുപേരും കഴിച്ചാൽ മതി. കഴിച്ചു കഴിഞ്ഞാൽ ഒരു കലഹതയിലൊരു ശമനം വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ യന്ത്രവിധികളായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഐകമത്യ യന്ത്രം എന്ന് പറയുന്ന യന്ത്രമുണ്ട്. ഐകമത്യ യന്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ എത്ര കലഹിക്കുന്നവരായാൽ പോലും ആ ഒരു കലഹത മാറി ഇവർ നല്ല രീതിയിൽ ഒന്നിച്ച് വർദ്ധിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പൗർണമിക്കാണെങ്കിൽ പഞ്ചസാര പായസം, അതായത് സാറിന് നമ്മൾ അരി വെന്ത് കഴിഞ്ഞിട്ട് ശർക്കര ഇടുന്നതിന് പകരമായിട്ട് പഞ്ചസാര പായസമായിട്ട് നമ്മൾ ഭഗവതിക്ക്, ശ്രീ ഭഗവതിക്ക്, ലക്ഷ്മി ഭഗവതിക്ക് പ്രാർത്ഥിക്കുന്നത്, പൊങ്കാലയിട്ട് നമുക്ക് കർപ്പൂരം കത്തിക്കുന്നതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ സഹസ്രനാമം ജപിക്കുന്നത് ധനവർദ്ധനവിനും കൂടെ സഹായിക്കും. നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ബിസിനസ് ചെയ്യുക. അപ്പം അവിടെ നമുക്ക് പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും മാത്രം പോരാ, ധനം കൂടി ആവശ്യമാണ്. അപ്പം അങ്ങനെ ധനം കൂടി ആഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ പഞ്ചസാര പായസം കൊണ്ടുള്ള പൊങ്കാലയൊക്കെ ഇടുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലക്ഷ്മി വല്ലഭ യന്ത്രമുണ്ട്, അതുപോലെ തന്നെ ലിപി മാലായന്ത്രം എന്ന് പറയുന്ന യന്ത്രമുണ്ട്, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ യന്ത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നത് പരസ്പരം സ്നേഹവർദ്ധനവിന് സഹായകമായിട്ട് വരും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.